അങ്ങനെ ആ സിംഹക്കുട്ടി വീണിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവിശ്വസനീയമായ രീതിയിൽ പോരാടിക്കൊണ്ട് ഓരോ ദിവസവും കൗരവരിലെ മഹായോദ്ധാക്കളെ പോലും അത്ഭുതപ്പെടുത്തിയവനായിരുന്നു മഹാരഥി അഭിമന്യു. ആ അഭിമന്യുവിനെ വളരെ മോശമായിട്ട് ഒരു യോദ്ധാക്കൾക്കും ചേരാത്ത രീതിയിൽ വട്ടം കൂടി ആക്രമിച്ചാണ് അവനെ വീഴ്ത്തിയത്. അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെക്കുറിച്ചും അഭിമന്യുവിൻ്റെ പതനത്തിനെക്കുറിച്ചും കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ പോയി കണ്ടോളുക, എന്നിട്ട് ഈ വീഡിയോ ബാക്കി കാണുക. അഭിമന്യുവിൻ്റെ പതനത്തിന് ശേഷമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും അരങ്ങേറുന്നത്. നമുക്ക് നോക്കാം അഭിമന്യുവിൻ്റെ പതനത്തിന് ശേഷം 13-ാം ദിവസം എന്തെല്ലാം ഉണ്ടായെന്ന്. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 20-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മഹാരഥന്മാർക്കും ശോഭനീയമല്ലാത്ത രീതിയിൽ ആ 6 കൗരവ മഹാരഥന്മാർ, കൗരവരുടെ പക്ഷത്തിലുള്ള ആ 6 കൗരവ മഹാരഥന്മാർ വളരെ മോശമായ രീതിയിൽ വട്ടം കൂടി അവരുടെ മകൻ്റെയൊക്കെ പ്രായമുള്ള അഭിമന്യുവിനെ വീഴ്ത്തിയിരിക്കുന്നു. അതിൽ ശല്യരുടെ ചെറുമകൻ്റെ പ്രായമാണ് അഭിമന്യുവിന്, ദ്രോണരുടെയും ചെറുമകൻ്റെ പ്രായം. അങ്ങനെ അവരെല്ലാവരും കൂടെ അഭിമന്യുവിനെ വീഴ്ത്തിയിരിക്കുന്നു. അവസാനം കർണൻ അഭിമന്യുവിൻ്റെ വില്ല് മുറിക്കുകയും കൃതവർമാവ് അഭിമന്യുവിൻ്റെ രഥം തകർത്ത് കളയുകയും അതുപോലെ കൃപാചാര്യര് അഭിമന്യുവിൻ്റെ കുതിരകളെ യമപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. രഥവും ആയുധവും നഷ്ടപ്പെട്ടിട്ട് പോലും അപ്പോഴും അഭിമന്യു കീഴടങ്ങിയില്ല. അവസാനം ദുശാസനൻ്റെ പുത്രൻ്റെ ഗദാപ്രഹരം കൊണ്ട് അഭിമന്യു വീഴുകയാണ്. അഭിമന്യു വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ സമയം തന്നെ പാണ്ഡവപക്ഷത്തിലുള്ള സൈനികരും യോദ്ധാക്കളുമെല്ലാം ഓടാനൊരുങ്ങി. ആ സമയത്ത് യുദ്ധഭൂമി എങ്ങും മുഴങ്ങുന്നത് പോലെ ശാന്തഗംഭീരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. യുധിഷ്ഠിരനായിരുന്നു അത്. യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു, വീരന്മാരെ, പിന്തിരിഞ്ഞോടരുത്. പിന്തിരിഞ്ഞോടിയാൽ എൻ്റെ അനുജൻ അർജുനൻ്റെ പുത്രൻ, അവൻ്റെ ത്യാഗത്തിനെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ നോക്കൂ. വളരെ മോശമായ രീതിയിൽ എല്ലാവരും കൂടെ വഞ്ചിച്ച് അവനെ വീഴ്ത്തുന്നതിന് മുൻപ് അവൻ 100 കണക്കിന് ക്ഷത്രിയ രാജകുമാരന്മാരെയാണ് വീഴ്ത്തിയിരിക്കുന്നത്. അതുപോലെ 1000-കണക്കിന് ഗജങ്ങളും 1000-കണക്കിന് രഥസൈന്യങ്ങളും 1000-കണക്കിന് കുതിരപ്പടയാളികളെയും ലക്ഷക്കണക്കിന് കാലാൾ പടയാളികളെയും അവൻ ഒറ്റയ്ക്ക് തകർത്തു വിട്ടേക്കുന്നത് നോക്കൂ. എന്തിനേറെ പറയണം, കോസല രാജാവായിട്ടുള്ള സാക്ഷാൽ ബൃഹത്ബലനെ പോലും എൻ്റെ അനുജൻ്റെ മകൻ ഇന്ന് വധിച്ചിരിക്കുകയാണ്. ഈ ബൃഹത്ബലൻ എന്ന് എടുത്തു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? കോസല രാജാവായിട്ടുള്ള ബൃഹത്ബലൻ. ഈ ബൃഹത്ബലൻ ശ്രീരാമൻ്റെ പിൻഗാമിയാണ്. ശ്രീരാമചന്ദ്രൻ്റെ പിൻഗാമിയാണ് ബൃഹത്ബലൻ. അങ്ങനെ യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു, പിന്തിരിഞ്ഞോടി അവൻ്റെ ഈ ത്യാഗത്തെ ആരും അപമാനിക്കരുത് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ ഈ പറഞ്ഞപ്പോൾ തന്നെ ഓടാനൊരുങ്ങിയ പാണ്ഡവ പടയാളികളെല്ലാം അവിടെ നിന്നു. അവരെല്ലാവരും നോക്കി നിൽക്കവേ കൗരവർക്കിടയിൽ ജയഭേരികൾ മുഴങ്ങുകയാണ്. കാരണം അത്രയും കാലവും അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളെയാണ് അന്നത്തെ ദിവസം അവർ വധിച്ചിരിക്കുന്നത്. അത് ഏത് രീതിക്ക് വധിച്ചു എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. അവരവിടെ ജയഭേരി മുഴക്കുന്നു, ആരവങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമയം പാണ്ഡവപക്ഷത്തു നിന്ന് പോരാടിക്കൊണ്ടിരുന്ന കൗരവ രാജകുമാരൻ യുയുത്സു, ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയുടെ ദാസിയിലുണ്ടായ പുത്രനാണ് യുയുത്സു. പാണ്ഡവ പക്ഷത്തു നിന്ന് യുയുത്സു തൻ്റെ സഹോദരന്മാരെ ഉറക്കെ വിളിച്ചു, അല്ലയോ മഹാരഥന്മാരെ, നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ അട്ടഹസിക്കാൻ? എന്തിരുന്നിട്ടാണ് നിങ്ങൾ അട്ടഹസിക്കാൻ പോകുന്നത്? നിങ്ങൾ നടന്നു പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെ അന്ത്യത്തിലേക്കല്ലേ? അതിൻ്റെ ആദ്യത്തെ പടിയാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. സാക്ഷാൽ മഹാരഥിയായ അർജുനൻ്റെ പുത്രനെയാണ് നിങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ വധിച്ചിരിക്കുന്നത്. ഇത് അധർമ്മത്തിൻ്റെ പരകോടിയാണ്. ഇത് അർജുനൻ അറിയുന്ന നിമിഷം വരെ മാത്രമേ നിങ്ങളുടെ സന്തോഷത്തിന് ആയുസുള്ളൂ. പിന്നെ എന്തിനു നിങ്ങൾ സന്തോഷിക്കുന്നു? നിങ്ങൾ ചെയ്ത അധർമ്മത്തിൻ്റെ ഈ പരകോടിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഓരോ ആളുകൾക്കും കിട്ടിയിരിക്കും. ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് യുയുത്സു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് തൻ്റെ വില്ല് വലിച്ചെറിഞ്ഞ് രഥത്തിൽ നിന്ന് ഇറങ്ങി യുയുത്സു യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോയി. യുധിഷ്ഠിരൻ അവിടെ തളർന്ന് നിലത്തിരിക്കുകയാണ്. മറ്റുള്ള യോദ്ധാക്കളെല്ലാവരും അവരുടെ ആയുധങ്ങൾ വെച്ച് ചട്ട വലിച്ചൂരി രഥത്തിൽ നിന്നിറങ്ങി യുധിഷ്ഠിരന് ചുറ്റും വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമെന്ന് പറയുമ്പോഴത്തേക്കും സൂര്യാസ്തമനമായി. സൂര്യാസ്തമന സമയത്ത് അന്ന് കേട്ടത് പോർക്കാഹളങ്ങളൊന്നും അല്ലായിരുന്നു, ചെന്നായയുടെ ഊരിയിടലായിരുന്നു. ഈ ഒരു സൂര്യാസ്തമയം നടക്കുന്നതിന് എത്രയോ മുൻപ് കുരുക്ഷേത്ര ഭൂമിയുടെ മറ്റൊരു ഭാഗത്തൊരു വിസ്ഫോടനം കേട്ടു. അർജുനൻ ദിവ്യാസ്ത്രപ്രയോഗം നടത്തി സംശപ്തകന്മാരെ എല്ലാവരെയും വധിച്ചതാണ് ആ കേട്ട ശബ്ദം. അർജുനൻ അവിടെ ദിവ്യാസ്ത്രപ്രയോഗം നടത്തി
സംശപ്തകന്മാരുണ്ടായിരുന്ന എല്ലാ എണ്ണത്തിനെയും അർജുനൻ തീർത്തു. കാരണം അർജുനനെ വധിക്കാനായിട്ട് പ്രതിജ്ഞ ചെയ്ത ഒരു കൂട്ടരുണ്ടായിരുന്നല്ലോ സംശപ്തകന്മാർ, അവരെ എല്ലാവരെയും അർജുനൻ തീർത്തു. അങ്ങനെ യുധിഷ്ഠിരൻ അവിടെ ഇരിക്കുന്നു, യുധിഷ്ഠിരന് ചുറ്റും വന്നിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, എൻ്റെ സന്തോഷം, എനിക്ക് സന്തോഷം തരുന്നത് എന്താണോ അത് ചെയ്യാനായിട്ടാണ് എൻ്റെ മോൻ ആ കുട്ടി, അവനിതൊക്കെ ചെയ്യാനായിട്ട് പോയത്. ഇതിന് ഉത്തരവാദി ഞാൻ തന്നെയല്ലേ? എന്നാലും അവൻ വീഴുന്ന അവസാന നിമിഷവും അവനൊരു യോദ്ധാവിനെ പോലെ ആർക്കും പോരാടാൻ പറ്റാത്ത രീതിക്ക് പോരാടിക്കൊണ്ടിരുന്നത്. എന്തോ ഒരു വിനാശമാണ് അവൻ തീർത്തെ. സുഭദ്രയുടെ പുത്രൻ, അവൻ്റെ പതനത്തിനെക്കുറിച്ച് ഞാൻ എന്ത് പറയും? അർജുനൻ വരുമ്പോൾ, അതായത് അഭിമന്യുവിൻ്റെ അച്ഛനായിട്ടുള്ള അർജുനൻ വരുമ്പോൾ, ആ അർജുനൻ്റെ കോപാഗ്നിയും ദുഃഖത്തിൽ നിന്നുണ്ടാവുന്ന അഗ്നിയിൽ നമ്മളെല്ലാവരും വെണ്ണീറായിപ്പോവും. എൻ്റെ അനുജൻ അർജുനൻ, അവൻ അത്യാഗ്രഹിയല്ല, അവൻ ബുദ്ധിമാനാണ്, അവൻ സൗമ്യനാണ്, നല്ല ഭവ്യതയുള്ളവനാണ്, അവൻ എല്ലാവരോടും ക്ഷമിക്കുന്നവനാണ്, സുന്ദരനാണ്, സത്യബ്രതനാണ്, അതുപോലെ തന്നെ ദേവതകൾക്ക് പ്രിയമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ്. അവൻ ഒറ്റയ്ക്ക് ഒറ്റ രഥത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ, ആരുടെയും സഹായമില്ലാതെ അവൻ ഒറ്റയ്ക്കാണ് അവധ്യരായിട്ടുള്ള നിവാതകവചന്മാരെ തോപ്പിച്ചത്. അവൻ ഒറ്റയ്ക്കാണ് കാലകേയന്മാരെ തോപ്പിച്ചത്. അവൻ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ടാണ് പൗലോമരെ വരെ തീർത്തത്. ആ മഹായോദ്ധാവിൻ്റെ പുത്രനെ ഇത്രയും മോശമായ രീതിയിൽ ഇന്ന് കൗരവർ വധിച്ചു. അവർ പുറമേ സന്തോഷം കാണിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അവർ ഭയത്തിലാണ്. കാരണം ഇനി അവർക്ക് അധിക നാൾ ആയുസില്ല. അർജുനൻ്റെ കോപാഗ്നിയിൽ കൗരവരെല്ലാവരും അവസാനിക്കാൻ പോവുകയാണ്. ആർക്കും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് യുധിഷ്ഠിരൻ അവരെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സംശപ്തകന്മാരെ വധിച്ചു കഴിഞ്ഞ അർജുനൻ യുദ്ധത്തിൻ്റെ ആ ഒരു പോർവറിയിൽ തൻ്റെ ഗാന്ധീവം ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അർജുനൻ അവിടെ നിന്നു. ഗാന്ധീവം പൂർണ്ണമായും ഉയർത്തി വിജയഭീതി മുഴക്കിയില്ല. അർജുനൻ പതുക്കെ തൻ്റെ വില്ലുകൾ താക്കുന്നു. അത്രയും നേരവും തൻ്റെ മുന്നിലിരുന്ന സാരഥിയായിട്ടുള്ള വാസുദേവൻ ശ്രീകൃഷ്ണൻ ഒരു കല്ലിനെപ്പോലെ അവിടെ ഇരിക്കുന്നു. അർജുനൻ പെട്ടെന്ന് തൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈവയ്ക്കുന്നു. തൻ്റെ ശ്വാസമൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നു. തൊണ്ടയൊക്കെ ഇടറുന്നതുപോലെ തോന്നുന്നു. അർജുനൻ ഇടറുന്ന ശബ്ദത്തിൽ മാധവനോട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, എന്തുകൊണ്ടാണ് എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നത്? എൻ്റെ ഹൃദയം ഇടുപ്പ് എന്തുകൊണ്ടാണ് മാറുന്നത്? എൻ്റെ ഹൃദയം പിടയ്ക്കുന്നത് പോലെ, അതുപോലെ തന്നെ എൻ്റെ ശ്വാസത്തിനൊക്കെ എന്തോ മാറ്റം പോലെ, എൻ്റെ തൊണ്ട ഇടറുന്നത് പോലെ. ഞാൻ ചുറ്റിനും നോക്കുമ്പോൾ എല്ലായിടത്തും ദുർനിമിത്തങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്തോ വിപത്ത് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ സഹോദരന്മാർക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ? അയ്യോ, എൻ്റെ ചേട്ടനായിട്ടുള്ള യുധിഷ്ഠിരനെ ഞാനവിടെ ഒരാളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ചേട്ടന് വല്ലതും പറ്റിക്കാണുമോ മാധവ? കൃഷ്ണൻ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നായിരിക്കും ഒരുപക്ഷെ ആ സമയം. കൃഷ്ണൻ അവിടെ ഇരുന്നിട്ട് അർജുനനെ തിരിഞ്ഞു പോലും നോക്കാതെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠനും നിന്റെ മറ്റ് സഹോദരന്മാർക്കും യാതൊരുവിധ ആപത്തുമില്ല. അവർ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ മറ്റെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അത് സുനിശ്ചിതം. പാണ്ഡവരുടെ ശിബിരത്തിലെത്തിയപ്പോൾ എല്ലാ ദിവസവും അർജുനനെ കാണുന്നത് പോലത്തെ ഒരു പാണ്ഡവ ക്യാമ്പല്ലായിരുന്നു അന്ന്. എല്ലാ ദിവസവും പാണ്ഡവ ക്യാമ്പിൽ ജയഭേരികൾ ഉണ്ടാവാറുണ്ട്. അർജുനൻ വരുന്ന സമയത്ത് ജയഭേരികൾ ഉണ്ടാവാറുണ്ട്. അർജുനനെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്താറുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ പടയാളികളും ഓരോ യോദ്ധാക്കളും അർജുനനെ കാണുമ്പോൾ, മഹാരഥിയായ അർജുന ഇന്ന് ഞാൻ അത് ചെയ്തു, രാജകുമാര അർജുന ഇന്ന് ഞാൻ ഇത് ചെയ്തു, അങ്ങേക്ക് അഭിമാനം ചെയ്ത് തരുന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നെല്ലാം അർജുനനോട് പറയുമായിരുന്നു. ഇന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൈനികരും തല കുമ്പിട്ട് നിൽക്കുകയാണ്. ചിലവർ അർജുനൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അർജുനൻ അവരെ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ മുഖവും തിരിക്കുന്നു. കൃഷ്ണൻ മിണ്ടുന്നുമില്ല. അർജുനൻ വാസുദേവൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, മാധവ, ഇതെന്തായത് ഇങ്ങനെ? ആരും ഒന്നും മിണ്ടുന്നില്ല. മറ്റത് ഞാൻ വരുമ്പോൾ ഇവിടെ ജയഭേരികളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതല്ലേ. അതുപോലെ തന്നെ യോദ്ധാക്കൾ വന്ന് ഓരോ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. ഇതിപ്പോൾ ആരും എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, എന്ത് പറ്റി? അയ്യോ, എൻ്റെ ചേട്ടനും എൻ്റെ ബന്ധുജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും പറ്റായിരുന്നാൽ മതിയായിരുന്നു, അവരൊക്കെ സുരക്ഷിതമായിട്ടിരിക്കണേ എന്ന് പറഞ്ഞ ഉടനെ അർജുനൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അഭിമന്യുവിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. മറ്റത് യുദ്ധം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ ആദ്യം സ്വീകരിക്കാൻ നിൽക്കുന്നത് അഭിമന്യുവും അവൻ്റെ മറ്റ് സഹോദരന്മാരുമാണ്. അഭിമന്യുവും ഉപപാണ്ഡവരും എല്ലാവരും കൂടെ നിന്ന് അർജുനനെ സ്വീകരിക്കാറുണ്ട്. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അഭിമന്യുവും അവൻ്റെ സഹോദരന്മാരും ഇവിടെ കാണും. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അഭിമന്യുവാണ്. അവനൊരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവൻ്റെ അച്ഛനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് അഭിമന്യുവിനെ ഞാൻ കാണുന്നില്ല മാധവ, അവനെവിടെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ മിണ്ടുന്നില്ല. ആ പാപം എന്തെല്ലാം സഹിച്ചാണല്ലേ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ കൃഷ്ണനും നല്ല വിഷമം. കൃഷ്ണൻ പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. അർജുനൻ നേരെ
പാണ്ഡവരുടെ മെയിൻ ശിബിരത്തിലേക്ക്, എല്ലാവരും കൂടി ഇരിക്കുന്ന ശിബിരത്തിലേക്ക് ഓടിച്ചെന്നു. കൃഷ്ണൻ പിറക്കെയുണ്ട്. അവിടെ ചെന്ന് അർജുനൻ ആദ്യം നോക്കുന്നത് തൻ്റെ 4 സഹോദരന്മാരെ. 4 പേരും ഉണ്ട്, കുഴപ്പമില്ല. യുധിഷ്ഠിരനെ കണ്ടു, ഭീമനെ കണ്ടു, നകുല സഹദേവന്മാരെ കണ്ടു. അർജുനൻ്റെ മുഖത്ത് പതുക്കെ ഒരു ചിരി വന്നു. പിന്നെ അർജുനൻ നോക്കിയ എൻ്റെ മക്കൾക്കൊന്നൊരു കുഴപ്പമില്ല. എൻ്റെ മക്കളെന്നാ പറഞ്ഞേ, എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും മക്കളെന്നല്ല, എൻ്റെ മക്കളെന്ന്. അവിടെ ഉപപാണ്ഡവരെയും എല്ലാവരെയുമാണ് നോക്കുന്നത്. കടോൽഗജനെയൊക്കെ നോക്കുന്നുണ്ട് അർജുനൻ. എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നോക്കി വന്നപ്പോൾ അവിടെ അഭിമന്യുവിനെ കാണുന്നില്ല. അങ്ങനെ ചുറ്റിനും നോക്കി അഭിമന്യുവിനെ കാണുന്നില്ല എന്ന് മനസ്സിലായ ഉടനെ അർജുനൻ്റെ ചിരി പതുക്കെ മങ്ങിത്തൊടാം. അർജുനൻ പതുക്കെ തൻ്റെ സഹോദരന്മാരുടെയും മക്കളുടെയും ബന്ധുജനങ്ങളുടെയും മുഖം നോക്കി. എല്ലാവരുടെയും മുഖം വെളുത്തിരിക്കുന്നു. ആരും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞ് കലങ്ങിയിരിക്കുകയാണ്. ഭീമൻ്റെ കണ്ണുപോലും കലങ്ങിയിരിക്കുന്നു. അർജുനൻ ഏറെക്കുറെ കാര്യം മനസ്സിലായി. അർജുനൻ്റെ കൈകാലുകൾ വിറച്ചു തുടങ്ങി. അർജുനൻ ചോദിച്ചു, എൻ്റെ മോനെന്തിയെ? അർജുനൻ ഓർമ്മ വന്നു ദ്രോണാചാര്യർ അന്നത്തെ ദിവസം ചക്രവ്യൂഹം നിർമ്മിച്ച കാര്യം. ആചാര്യൻ എന്ന് പറഞ്ഞ പോലെ ചക്രവ്യൂഹമാണല്ലോ നിർമ്മിച്ചത്. ഞാനും എൻ്റെ മകനും ഒഴികെ നിങ്ങൾ ഒറ്റ ഒരെണ്ണത്തിന് പോലും ചക്രവ്യൂഹത്തിൽ കയറാൻ അറിയത്തില്ല. ഞാനാ അവനെ ചക്രവ്യൂഹം കയറാൻ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അവനെ ചക്രവ്യൂഹത്തിൽ നിന്ന് ഇറങ്ങുന്നത് പഠിപ്പിച്ചില്ല. നിങ്ങൾ അത്രയും ചെറുപ്പമായിരുന്ന എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് ചക്രവ്യൂഹം ഭേദിക്കുവാനായിട്ട് പറഞ്ഞോ? ചക്രവ്യൂഹം ഭേദിച്ചു പോയി എണ്ണമറ്റ ആളുകളുമായിട്ട് അവൻ പോരാടിയായിരുന്നോ? അവൻ പതിച്ചോ? അവൻ വധിക്കപ്പെട്ടോ? അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? അർജുനൻ പരിസരബോധം മറന്ന് പിച്ചും പേയും പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. ഒരു അച്ഛൻ്റെ വിഷമം നമ്മളിവിടെ കാണും. കാരണം അർജുനനെപ്പോലെ മനസ്സടക്കമുള്ള ഒരാൾ പിച്ചും പേയും പറയാൻ പോവുക. ഒരുപാട് തരം തപസ്സുകളും ധ്യാനങ്ങളും ഒരുപാട് ഉപാസനകളും ഒക്കെ ഉള്ള ആൾ അർജുനൻ. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ കണ്ടത് മാത്രമല്ല, ഒരുപാട് ഉപാസനകളുള്ള ആൾ അർജുനൻ. അപ്പോൾ അത്രത്തോളം മനസ്സടക്കമൊക്കെ ഉണ്ട്. ഈ സെൻറ്റിമെൻറ്റ്സ് വരുമെന്നേ ഉള്ളൂ ചില സമയത്ത്. ആ അർജുനൻ ഇപ്പോൾ പിച്ചുമ്പയും പറഞ്ഞു തുടങ്ങിയാണ്. എൻ്റെ മോൻ അവനെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നെക്കാട്ടി അവനെ വാസുദേവൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടിരുന്നു, സുഭദ്ര ഇഷ്ടപ്പെട്ടിരുന്നു, ദ്രൗപദി ഇഷ്ടപ്പെട്ടിരുന്നു. അവന് വല്ലതും പറ്റിയാൽ ഞാൻ അവരുടെ അടുത്തൊക്കെ എന്തോ പറയും, അവനൊന്നും പറ്റി കാണത്തില്ല. എന്നിട്ട് അർജുനൻ തൻ്റെ മകനെ വർണ്ണിക്കാൻ തുടങ്ങി. അർജുനന് മനസ്സിലായി അഭിമന്യു വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം. പക്ഷെ അർജുനൻ അപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അർജുനന് ദുഃഖം അധികരിച്ച് വന്നിട്ട് കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, മാധവ, ഗോവിന്ദ, ദ്വാരകാധീശ, അങ്ങെല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങക്കെല്ലാം അറിവുള്ളതല്ലേ, അങ്ങ് എന്തുകൊണ്ട് ഇതെൻ്റെ അടുത്ത് പറഞ്ഞില്ല? അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മഹാരഥന്മാരെ എല്ലാവരെയും വീഴ്ത്തി എൻ്റെ മകനെ രക്ഷിച്ചേനല്ലോ. അങ്ങ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ സമയത്ത് അപ്പോഴാണ് കൃഷ്ണൻ ഒന്ന് അനങ്ങിയത്. അത്രയും നേരം അനങ്ങാതെ നിൽക്കുകയായിരുന്നു. കൃഷ്ണൻ ചെന്ന് അർജുനൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അർജുന, കരയരുത്. ക്ഷത്രിയ ധർമ്മമാണിത്. പോരാടി വധിക്കപ്പെടുക എന്നുള്ളത് ക്ഷത്രിയ ധർമ്മം തന്നെയാണ്. പോരാട്ടത്തിൽ നിന്നൊരിക്കലും പിന്തിരിയാത്ത ഏതൊരു യോദ്ധാവും അവസാനം വധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അവൻ പിന്തിരിഞ്ഞോടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നീ അത് മനസ്സിലാക്കുക. യോദ്ധാക്കൾക്കും വീരന്മാർക്കും ക്ഷത്രിയന്മാർക്കും ചേർന്നിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നിലേക്കാണ് അവൻ പോയേക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ള നല്ല ലോകങ്ങളാണ് അവന് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നീ ദുഃഖിതനായാൽ, നീ നിരാശനായാൽ, നീ വിഷമിച്ച് ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ നിന്റെ സേന, നിന്റെ സഹോദരന്മാർ, പാണ്ഡവരെല്ലാവരും തകർന്നു പോകും. അതുകൊണ്ട് നിന്റെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരോടെല്ലാം സംസാരിക്കുന്നീ, അവർക്ക് ധൈര്യം കൊടുക്കുന്നീ, നിന്റെ ധൈര്യം വീണ്ടെടുക്കൂ അർജുന എന്ന് പറഞ്ഞു. എന്നിട്ട് അർജുനൻ അവിടെ നിന്നിരുന്ന തൻ്റെ സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കും യോദ്ധാക്കൾക്കുമൊക്കെ നേരെ തിരിഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, വീരന്മാരെ. എന്നാൽ ആ ശബ്ദം ഇടറി. കരഞ്ഞുകൊണ്ടാണ് ആ പറഞ്ഞത്. ആരും ശക്തമായി ഗാംഭീര്യത്തോടെ പറയാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി. അങ്ങനെ അർജുനൻ പറഞ്ഞു, വീരന്മാരെ, നിങ്ങൾ നാളെ ഉറപ്പായും കാണാൻ പോകുന്നത് ഈ അർജുനൻ എൻ്റെ മകൻ്റെ ശത്രുക്കളെ വീഴ്ത്തുന്നതായിരിക്കും. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെല്ലാവരും ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളല്ലേ? നിങ്ങളെല്ലാവരും ആയുധങ്ങൾ എന്തി നിന്നിരുന്ന സമയത്ത് അവൻ ദേവേന്ദ്രനുമായി പോരാടിയാൽ പോലും അവൻ വീഴത്തില്ല. നിങ്ങൾ അത്രത്തോളം ശക്തരായിട്ടുള്ള ആളുകളല്ലേ? അത് നിങ്ങൾക്കൊന്നൊരു കഴിവുമില്ലായിരുന്നോ? നിങ്ങളെല്ലാവരും ആയുധങ്ങളെടുത്ത് അവൻ്റെ ചുറ്റിനും നിന്നതല്ലേ? പിന്നെ എങ്ങനെ അവനെ വീഴ്ത്തി? നിങ്ങളൊക്കെ രഥത്തിൽ കയറി നിന്ന് അമ്പും വിട്ടോണ്ട് നിന്നതല്ലേ? എന്നിട്ട് എങ്ങനെ അവൻ പതിച്ചു? എങ്ങനെ അവൻ ഒറ്റയ്ക്കായിപ്പോയി? എനിക്കിപ്പോൾ അറിയണം. നിങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ കുറ്റം പറയണം. അത്രത്തോളം കഴിവില്ലാത്തവരും ധൈര്യമില്ലാത്തവരുമായിട്ടുള്ള നിങ്ങൾ ഈ പേടിത്തൊണ്ടന്മാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയില്ലേ? ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു.
എന്നിട്ട് അർജുനൻ വലത്തെ കൈയിൽ തൻ്റെ ഗാന്ധീപവും മുറുക്കെ പിടിച്ച് ഇടത്തെ കൈയിൽ തൻ്റെ വാളും പിടിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ യുധിഷ്ഠിരനും കൃഷ്ണനും അർജുനൻ്റെ അടുത്തേക്ക് പോയി. യുധിഷ്ഠിരൻ്റെ മുഖത്തേക്ക് കൃഷ്ണൻ നോക്കി തല ഇങ്ങനെ ഒന്നാട്ടി. യുധിഷ്ഠിരൻ പതുക്കെ അർജുനൻ്റെ തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ദ്രോണാചാര്യർ ചക്രവ്യൂഹം നിർമ്മിച്ചായിരുന്നു. എന്നാൽ അതിനു മുൻപ് അദ്ദേഹം ഒരുപാട് വ്യൂഹങ്ങൾ നിർമ്മിച്ചു. അതിനെയെല്ലാം തകർത്ത് വിടുവാനായിട്ട് നമ്മളും അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വ്യൂഹങ്ങൾ ശക്തമായി നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. എന്നെ പിടിച്ചിരുട്ടുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ദ്രോണാചാര്യർക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് ദ്രോണാചാര്യർ ചക്രവ്യൂഹം നിർമ്മിച്ചത്. എന്തെല്ലാം ചെയ്തിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അഭിമന്യുവിനോട് പറയേണ്ടി വന്നു ചക്രവ്യൂഹം ഭേദിക്കുവാനായി. എന്നാൽ അവനെ ഒറ്റയ്ക്ക് വിടണമെന്നൊരു ഉദ്ദേശം നമുക്കില്ലായിരുന്നു മോനെ. സത്യമായിട്ട് നിൻ്റെ ചേട്ടൻ പറയാണ്, അവനെ ഒറ്റയ്ക്ക് വിടണമെന്നൊരു ഉദ്ദേശം നമുക്കില്ലായിരുന്നു. അവൻ ചക്രവ്യൂഹം ഭേദിച്ചുള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളെയെല്ലാം അവൻ വീഴ്ത്തി നമുക്കായുള്ളൊരു വഴിയും ഒരുക്കിക്കൊണ്ടാകും പോയെ. ആ വഴിയിലൂടെ ഞാനും ഭീമസേനനും നമ്മുടെ സഹോദരന്മാരും ബന്ധുജനങ്ങളും സൈനികരും എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി അവനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ ദുഷ്ടൻ ജയദ്രഥൻ, അവന് കിട്ടിയ വരബലം കൊണ്ട് അവൻ നമ്മളെ തടഞ്ഞു നിർത്തി കളഞ്ഞു അർജുന. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അർജുനന് ദേഷ്യം വന്നു. അർജുനൻ മനസ്സിലാക്കി തൻ്റെ മകൻ്റെ ഇങ്ങനത്തെ മൃത്യുവിന് കാരണമായത് സിന്ധുരാജൻ ജയദ്രഥനാണെന്ന്. ഇത് കേട്ടുടനെ അർജുനൻ പാണ്ഡവ ശിബിരത്തെ കുലുക്കുന്നത് പോലെ ഭൂമിയിൽ ചവിട്ടിച്ചാടി എണീച്ചങ്ങ് നിന്നു. എന്നിട്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. ആ സമയത്ത് അർജുനൻ വീണ്ടും ഓരോ തവണയും അർജുനൻ എന്ത് ചെയ്താലും ഒരു ചിരിയോടുകൂടി അർജുനൻ്റെ ചുറ്റിനും നിൽക്കുന്ന തൻ്റെ മകനെ കാണുന്നില്ല. അപ്പോൾ തൻ്റെ മകൻ വീണ്ടും വധിക്കപ്പെട്ടു എന്നൊരു ചിന്ത അർജുനൻ്റെ മനസ്സിൽ വന്നുടനെ അർജുനൻ വീണ്ടും എൻ്റെ മോനെ എന്നും പറഞ്ഞ് തളർന്ന് നിലത്തങ്ങ് വീണു. അപ്പോൾ അർജുനൻ ഈ നിലത്ത് വീണ സമയത്ത് എല്ലാവരും ബർക്കോട്ട് പോയി. അയ്യോ അർജുനൻ വീണു. അവർ ആ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അർജുനൻ ബോധം കെട്ടിങ്ങനെ അങ്ങ് വീണേക്കാണ്. അപ്പോൾ ഇവരെല്ലാവരും പരസ്പരം നോക്കുന്നു. അർജുനനെ എടുക്കാനായി അടുത്തോട്ട് ചെന്നാലോ എന്ന് ചിന്തിച്ചുടനെ അർജുനന് ബോധം വന്ന അർജുനൻ ഭൂമിയിൽ ഒരു ഇടിച്ച് എണീച്ചേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരാൾക്ക് അസുഖം വന്ന് പനി വന്ന് ഉറയ്ക്കുന്നത് പോലെ ഇങ്ങനെ അർജുനൻ്റെ ദേഹമാസകലം വിറച്ചുകൊണ്ടിരിക്കുന്നു. അർജുനൻ പല്ലിറുമുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തൻ്റെ മകൻ വധിക്കപ്പെട്ടു എന്ന ദുഃഖത്തിലല്ലായിരുന്നു ആ മഹായോദ്ധാവ് വീണത്. ക്രോധത്തിലായിരുന്നു ബോധം പോയി വീണത്. ദേഷ്യം കൂടി അർജുനന് ബോധം പോയി വീണു. അർജുനൻ അങ്ങനെ അധികം ദേഷ്യപ്പെട്ട ആരും കണ്ടിട്ടില്ല. അർജുനനും ഭയങ്കര ദേഷ്യമായി അന്നത്തെ ദിവസം. എന്നിട്ട് അർജുനൻ ദേഷ്യപ്പെട്ടിങ്ങനെ വിറച്ച് ചുറ്റിനുമുള്ള ആളുകളെ നോക്കി. അർജുനൻ്റെ ആ നിപ്പ് കണ്ട് എല്ലാവരും ഭയന്നു. അർജുനൻ്റെ കണ്ണ് ചുവന്ന കനല് പോലെയായി. എന്നിട്ട് അർജുനൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും കേട്ടുകൊള്ളുക, ഞാനിവിടെ സത്യപ്രതിജ്ഞ എടുക്കുകയാണ്. എൻ്റെ മകൻ്റെ ശത്രുവായിട്ടുള്ള, എൻ്റെ മകൻ്റെ ഇങ്ങനത്തെ മരണത്തിന് കാരണമായിട്ടുള്ള ജയദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ വധിച്ചിരിക്കും. നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ ജയദ്രഥനെ വീഴ്ത്തിയില്ല എങ്കിൽ ഞാൻ അഗ്നിസ്നാനം ചെയ്യും എന്ന് അർജുനൻ പറഞ്ഞു. അർജുനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ആ നിമിഷം അത്രയും നേരവും അവിടെ ഒന്നും മിണ്ടാതെ നിന്ന വാസുദേവൻ ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് വിശ്വപ്രശസ്തമായിട്ടുള്ള തൻ്റെ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖെടുത്ത് കെട്ടുദിക്കും മുഴങ്ങുന്ന രീതിക്ക് ശംഖ് വിളിച്ചു. കൃഷ്ണൻ ശംഖ് വിളിക്കുന്നത് കണ്ടുടനെ തന്നെ അർജുനൻ ദേവദത്തം എന്ന് പറയുന്ന തൻ്റെ ശംഖ് ബലിഷ്ഠമായി ഇങ്ങ് പിടിച്ചെടുത്തിട്ട് ഉറക്കെ അർജുനനും ശംഖ് വിളിച്ചു. അർജുനൻ ശംഖ് വിളിക്കുന്നത് കണ്ടുടനെ തന്നെ മറ്റുള്ള പാണ്ഡവരും ബന്ധുജനങ്ങളും എല്ലാവരും ശംഖ് മുഴക്കി. അവിടെ പോർക്കാഹളങ്ങളൊക്കെ ഇപ്പോഴേ അങ്ങ് മുഴക്കി തുടങ്ങി. ഈ സമയത്ത് അവിടെ ദുര്യോധനൻ്റെ ചാരന്മാരുണ്ടായിരുന്നു. യുദ്ധതന്ത്രമാണല്ലോ. ദുര്യോധനൻ അവിടെ ചാരന്മാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ദുര്യോധനൻ്റെ ചാരന്മാർ ഈ വിവരം നേരെ ചെന്നങ്ങ് അറിയിച്ച്. ഇത് കേട്ടുടനെ ജയദ്രഥൻ അവിടെ 9ാം ഉത്സവം തുടങ്ങി. ജയദ്രഥൻ അവിടെ ഇങ്ങനെ പറച്ചു തുടങ്ങിയ നമ്മുടെ തമാശ നിറഞ്ഞ നമ്മുടെ നാട്ടിൻപുറം ഭാഷയെ പറയുകയാണെങ്കിൽ ഈ ജയദ്രഥൻ ഏകദേശം ഇതാ പറഞ്ഞേ, കൂടുതലൊന്നുമില്ല, ഒരു ഓലക്കീറും വെള്ളം പുതപ്പിച്ചതും എടുത്തോ എന്നെ പുതയ്ക്കാൻ എന്ന് ജയദ്രഥൻ പറഞ്ഞു. കാരണം അർജുനനൊരു ശപഥം എടുത്താൽ പിന്നെ അതിൽ നിന്ന് ആർക്കും രക്ഷ നേടാൻ പറ്റത്തില്ല. എൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് നേരെ ജയദ്രഥൻ ഓടിച്ചെന്ന് ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, നിങ്ങൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്സും ആശംസകളും ഞാൻ തരുന്നു. ഞാൻ വീട്ടിൽ പോകണം കേട്ടാ, ഞാൻ നിൽക്കുന്നില്ല. കാരണം ഞാനിവിടെ നിന്ന് അർജുനനെ തട്ടും, ഉറപ്പാണ്. ഞാൻ പോണ്. അല്ലെങ്കിൽ
എന്നെ സംരക്ഷിക്കണം നിങ്ങൾ. ഒരു കാരണവശാലും അർജുനൻ എന്നെ കാണാത്ത രീതിയിൽ എന്നെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യും, എന്നെ അങ്ങ് അപ്രത്യക്ഷനാക്കിക്കളാ. ഞാനങ്ങ് അപ്രത്യക്ഷനായ അർജുനൻ എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, അപ്പം അവനെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ജയദ്രഥൻ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. കാരണം 8ൻ്റെ പണിയാണ് കിട്ടാൻ പോണതെന്നുള്ള കാര്യം ജയദ്രഥന് നല്ലതുപോലെ മനസ്സിലായി. അപ്പോൾ ദുര്യോധനൻ ഇതെല്ലാം കേട്ടിട്ട് ചാടി എണീച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു, അതെ അളിയാ, ഇങ്ങനെ പേടിക്കാതെ. ഈ ദുര്യോധനൻ്റെ സഹോദരി ദുഷളയുണ്ടല്ലോ, അതായത് 100 കൗരവർക്കൊരു പെങ്ങളുണ്ട് ദുഷള. ആ ദുഷളെ ഈ ഒരു ജയദ്രഥനാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ജയദ്രഥനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട്, അളിയാ പേടിക്കാതെ, നമ്മൾ ആരൊക്കെയാണ് അങ്ങേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് മറന്നുപോയോ? ഞാനില്ലേ അളിയനെ. ഇപ്പം ഞാൻ മാത്രമല്ല, വൈകർത്തനൻ കർണനുണ്ട്, മഹാകുലു ദ്രോണാചാര്യരുണ്ട്, ദ്രോണാചാര്യരുടെ പ്രതാപശാലിയായിട്ടുള്ള പുത്രൻ അശ്വത്ഥാമാവുണ്ട്, അതുപോലെ തന്നെ ശല്യരുണ്ട്, ദുശാസനൻ, വിവിംശതി, എന്നിട്ട് വികർണനുണ്ട്. അങ്ങനെ ഓരോ ആളുകളുടെയും, കൃപാചാര്യരുണ്ട്, ഓരോ ആളുകളുടെയും പേരെടുത്ത് പറയും. നമ്മൾ ഇത്ര പേരുണ്ട്, കൃതോർമാവൊക്കെ ഇല്ലേ, നമ്മളുള്ളപ്പോൾ ആരൊക്കെങ്കിലും അങ്ങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓർക്കുക, എനിക്ക് 11 അക്ഷൗഹിണി പടയാവുള്ളത്. നാളത്തെ ദിവസം ഈ 11 അക്ഷൗഹിണി സൈന്യത്തിൻ്റെയും ഡ്യൂട്ടി അങ്ങേ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. വാ നമുക്ക് ദ്രോണാചാര്യരെ കാണാൻ പോവാം എന്നും പറഞ്ഞ് തോളിക്കൈയിട്ടുണ്ട് ദ്രോണാചാര്യരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് ഇവർ പറയും, അർജുനനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം പറയും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ദ്രോണർ പറയും, പഠിച്ചതിൽ നിങ്ങൾ രണ്ടുപേരും തുല്യർ തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ ഒരുപാട് തപസ്സുണ്ട്, അതുപോലെ തന്നെ നിങ്ങളൊക്കെ അവൻ ഒരുപാട് ഉപദ്രവങ്ങൾ കൊടുത്തല്ലോ, അതൊക്കെ കൂടെ കൊണ്ട് തന്നെ അർജുനൻ നിങ്ങളെക്കാട്ടിയും 10 മടങ്ങ് ശക്തരാണ്. പക്ഷേ ജയദ്രഥ അങ്ങ് ഭയക്കണ്ട, നാളത്തെ ദിവസം എൻ്റെ ദൗത്യം, ദ്രോണാചാര്യരുടെ ദൗത്യം അങ്ങേ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ പിന്നിൽ നിൽക്കും, ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. നാളെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു വ്യൂഹമായിരിക്കും ഞാൻ ചമയ്ക്കാൻ പോകുന്നത്. ഒന്നിലേറെ വ്യൂഹങ്ങൾ ചേർത്തിട്ടുള്ളൊരു വ്യൂഹം ഞാൻ ചമയ്ക്കും, അതിൽ അങ്ങേ ഞാൻ സുരക്ഷിതമായി നിർത്തും. ഞാൻ അങ്ങനെ ഒരു വ്യൂഹം ചമച്ച് അങ്ങേ സംരക്ഷിച്ചാൽ ദേവതകൾ വിചാരിച്ചാൽ പോലും അങ്ങേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജയദ്രഥ ഭയക്കാതിരിക്കൂ, അങ്ങ് പോയാലോ എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു. ഇപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞതൊക്കെ കേട്ടപ്പോഴത്തേക്കും ജയദ്രഥന് കുറച്ച് ധൈര്യമൊക്കെ വന്നു. അർജുനൻ്റെ അടുത്തുള്ള പേടിയൊക്കെ ജയദ്രഥന് പോയി. മണ്ടൻ, അല്ലാതെ എന്ത് പറയാൻ. അങ്ങനെ ഒരു ധൈര്യമൊക്കെ ജയദ്രഥന് വന്നിട്ട് പുള്ളിക്കാരൻ പോയി. ഈ സമയത്ത് ആകാശം മുഴുവനും വല്ലാത്തൊരവസ്ഥയിലായി. ദേവതകളൊക്കെ ശരിക്കുമൊന്ന് ഭയന്നിരിക്കുകയാണ്. കാരണം നരനും നാരായണനും കോപിച്ചിരിക്കുകയാണ്. നരനാരായണന്മാരാണ് കോപിച്ചിരിക്കുന്നത്, അർജുനനും കൃഷ്ണനും കോപിച്ചിരിക്കുകയാണ്. അങ്ങനെ പാണ്ഡവരുടെ പക്ഷത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അടുത്ത ദിവസത്തെ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചുള്ള സംസാരവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്നിട്ട് അർജുനനോട് കൃഷ്ണൻ പതുക്കെ തിരിഞ്ഞിട്ട്, കൃഷ്ണൻ്റെ മുഖത്തൊരു സന്തോഷമല്ല, അർജുനനെ നോക്കിയിട്ട് കൃഷ്ണൻ ചോദിക്കും, നീ നിൻ്റെ സഹോദരന്മാരോട് ചോദിച്ചിട്ടാണോ ഇങ്ങനത്തെ ഒരു ശപഥം എടുത്തത്? പോട്ട്, നീ എന്നോട് ചോദിച്ചിട്ടാണോ അർജുന ഇങ്ങനത്തെ ഒരു ശപഥം എടുത്തത്? അല്ല, നീ എന്തിരുന്നിട്ടാണ് ഈ ശപഥം എടുത്തേ? ഇതെന്തോരം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നീ ശപഥം എടുത്തേക്കുന്നതെന്നറിയോ? ഓരോന്നൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് എന്നോട് ചോദിക്കുക എന്നുള്ളൊരു ഇതില്ലേ എന്ന് കൃഷ്ണൻ ചോദിച്ചു. പക്ഷേ അർജുനൻ്റെ മുഖത്തൊരു വികാരമാറ്റവും ഇല്ല. നിങ്ങൾ ഈ ബഹളവും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമേ ഞാനൊരു ചാരനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ കിടന്ന് ജയഭേരിയൊക്കെ മുഴക്കിയില്ലേ, ഇവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ചില്ലേ, അതുപോലെ ഗാന്ധീവത്തിൻ്റെ ഞാണൊലിയൊക്കെ നീ കേൾപ്പിച്ചില്ലേ. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും കൗരവന്മാർ ശരിക്കും പേടിച്ചു. അവരവിടെ പട കൂട്ടാൻ തുടങ്ങി. രാത്രി തന്നെ ദ്രോണാചാര്യരും എല്ലാവരും എണീച്ചു. അവരുടെ കുതിരകളെയും ആനകളെയും ഒക്കെ തയ്യാറാക്കി അവിടെ പോർപ്പെരുമ്പറകൾ കേട്ടു തുടങ്ങുന്നു. അവിടെ സൈനികരെയൊക്കെ നിർത്തി തുടങ്ങി. കാര്യം എന്തെന്നറിയോ? നീ ദേഷ്യത്തിൽ, അഭിമന്യുവിൻ്റെ വധം അറിഞ്ഞിട്ട് ദേഷ്യത്തിൽ നീ രാത്രി യുദ്ധം ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞ് അവരവിടെ സൈന്യത്തിനെ സജ്ജമാക്കി തുടങ്ങി. പിന്നെ അവരെങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു നിൻ്റെ സത്യപ്രതിജ്ഞ, നീ ജയദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് തീർക്കുമെന്നുള്ള സത്യപ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നീ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദ്രോണാചാര്യരുടെ മേൽനോട്ടത്തിൽ അവർ ചെയ്യും. നാളെ ആരും അധികം കണ്ടിട്ടില്ലാത്തൊരു വ്യൂഹമായിരിക്കും ദ്രോണാചാര്യർ ചമയ്ക്കാൻ പോകുന്നത്. ആ വ്യൂഹത്തിൻ്റെ പകുതി ഭാഗം മുന്നിലായിട്ട് ശകടവ്യൂഹമായിരിക്കും, അതിനുള്ളിലായിട്ട് കയറിയാൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള, അകത്ത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പത്മവ്യൂഹം ദ്രോണാചാര്യർ ചമയ്ക്കും. ആ പത്മവ്യൂഹത്തിനുള്ളിൽ ദ്രോണാചാര്യർ ഒരു സൂചീമുന വ്യൂഹം ചമയ്ക്കും. സൂചീമുന വ്യൂഹത്തിൻ്റെ അങ്ങേയറ്റത്ത് മഹായോദ്ധാക്കളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും ജയദ്രഥനെ നിർത്താൻ പോകുന്നത്. ഈ വ്യൂഹം ഭേദിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. മാത്രമല്ല ആ 6 മഹാരഥന്മാർ, ദ്രോണാചാര്യർ, ദ്രൗണി, കർണൻ, കൃപാചാര്യർ, ആ 6 മഹാരഥന്മാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവരോരോ ആളുകൾ സെപ്പറേറ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ധൈര്യമുള്ളവരും വീരന്മാരും ശക്തന്മാരുമാണ്. അപ്പോൾ അവർ ഒന്നിച്ചു നിന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ.
അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ് നീ എടുത്ത് വെച്ചേരുന്നത്, അത് മറക്കരുത് അർജുന എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരു വികാരമാറ്റവും ഇല്ലാതെ അർജുനൻ പറഞ്ഞു, അല്ലയോ വാസുദേവ, ആ 6 രഥികൾ എന്നെക്കാട്ടിയും ശക്തരാണെന്നാണോ അങ്ങ് പറയുന്നത്? എൻ്റെ ബാഹുബലത്തിൻ്റെയും ശക്തിയുടെയും പകുതി ബലം പോലും ആ യോദ്ധാക്കൾക്ക്, ആ രഥികൾക്കില്ല മാധവ. അതങ്ങ് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഞാൻ ജയദ്രഥനെ വീഴ്ത്തിയിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഈട്ടി മുഴങ്ങി മല പിളർക്കുന്നത് പോലെ നാളെ ഞാൻ കൗരവപ്പടയെ പിളർന്നിരിക്കും. അതുപോലെ നാളത്തെ ദിവസം ജയദ്രഥനെ സംരക്ഷിക്കുവാൻ ആരൊക്കെ വന്നാലും, അതിപ്പോൾ മലകളായാലും കാടുകളായാലും മനുഷ്യന്മാരായാലും ദാനവന്മാരായാലും അസുരന്മാരായാലും ദേവന്മാരായാലും രുദ്രന്മാരായാലും വസുക്കളായാലും, അതുപോലെ തന്നെ കടലുകൾ വന്നാലും മൃഗങ്ങൾ വന്നാലും ആരൊക്കെ വന്നാലും നാളെ ജയദ്രഥനെ ഈ അർജുനൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ല മാധവ. ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടെ നിരത്തി വെച്ചിരുന്ന തൻ്റെ ആയുധങ്ങളിൽ കൈകൊണ്ടിങ്ങനെ അടിച്ചു. എന്നിട്ട് ആയുധങ്ങളിൽ തൊട്ട് അർജുനൻ സത്യം ചെയ്തു, നാളെ ജയദ്രഥനെ അർജുനൻ വീഴ്ത്തിയിരിക്കും എന്ന് ഉറച്ച് അർജുനൻ വീണ്ടും സത്യം ചെയ്തു. മാധവ, അങ്ങ് നാളെ യുദ്ധഭൂമിയിൽ എൻ്റെ കയ്യൂക്ക് കാണുന്നതായിരിക്കും. എൻ്റെ ഗാന്ധീവത്തിൻ്റെ ധ്വനിയിൽ നിന്ന് പോകുന്ന അസ്ത്രങ്ങൾ കൊണ്ട് കൗരവപ്പട തകർന്നു പോകുന്നത് അങ്ങ് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരയിക്കുന്ന അസ്ത്രങ്ങളെല്ലാം എൻ്റെ മുന്നിൽ തവിട് പൊടിയായി വീഴുന്നത് അങ്ങ് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ കുബേരനിൽ നിന്നും യമനിൽ നിന്നും വരുണനിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും രുദ്രനിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ അസ്ത്രങ്ങളുടെ ബലം നാളെ അങ്ങ് കാണാൻ പോകുന്നതായിരിക്കും. അതായത് അർജുനൻ പരോക്ഷമായി പറഞ്ഞു, ഇനി അങ്ങോട്ട് ദിവ്യാസ്ത്ര പ്രയോഗം തുടങ്ങാൻ പോവുകയാണെന്ന്. എന്നിട്ട് അർജുനൻ പറഞ്ഞു, അവരെനിക്ക് നേരെ അയക്കുന്ന അവരുടെ ശരവർഷങ്ങളും അതുപോലെ അവരെനിക്ക് നേരെ അയക്കുന്ന അവരുടെ ശാസ്ത്രങ്ങളും ആയുധങ്ങളും എല്ലാം എൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ വെന്ത് വെണ്ണീറാകുന്നത് അങ്ങേക്ക് കാണാമെന്ന്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ബ്രഹ്മാസ്ത്രം ഒരുപാട് തവണ കുരുക്ഷേത്ര ഭൂമിയിൽ പല യോദ്ധാക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ആ ദിവ്യാസ്ത്രങ്ങളുടെ ഒക്കെ പ്രയോഗങ്ങൾ കാണാൻ പോവുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മശിരയാണ്. ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ 4 മടങ്ങോ 5 മടങ്ങോ ശക്തി കൂടിയതാണ് ബ്രഹ്മശിര എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അവസാനം അശ്വത്ഥാമാവ് എടുത്ത് പ്രയോഗിക്കുന്നതും ഈ ഒരു ബ്രഹ്മശിരയാണ്. അർജുനനും ബ്രഹ്മശിര പ്രയോഗിച്ച സമയത്താണ് വന്നിട്ട് തടഞ്ഞത്. ഈ എന്താ പറയുക, ഋഷിവര്യന്മാർ വന്ന് തടഞ്ഞത്. അത് എന്താണ്, പല മോഡേൺ മീഡിയകളിലും തെറ്റായി കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ബ്രഹ്മാസ്ത്രമല്ല, അതും ബ്രഹ്മശിരയാണ്. അപ്പോൾ അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട്, മറ്റുള്ള ഒരുപാട് യോദ്ധാക്കൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ അർജുനൻ പറഞ്ഞു, എൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ അവരുടെ ആയുധങ്ങളെല്ലാം വെന്ത് വെണ്ണീറാവും. എൻ്റെ ആയുധങ്ങളെ അങ്ങ് സംശയിക്കരുത്, എൻ്റെ ഗാന്ധീവത്തിനെ അങ്ങ് അപമാനിക്കരുത്, എൻ്റെ ദിവ്യാസ്ത്രങ്ങളെ അങ്ങ് അപമാനിക്കരുത്. ഉറപ്പായും നാളെ ജയദ്രഥനെ ഞാൻ വീഴ്ത്തിയിരിക്കും മാധവ എന്ന് അർജുനൻ ഉറക്കെ പറഞ്ഞു. കൃഷ്ണൻ അർജുനൻ്റെ ശിബിരത്തിലേക്ക് വന്നു. എന്നിട്ട് അവിടെ കയ്യിൽ ജലം തൊട്ടിട്ട് കൃഷ്ണൻ അവിടെ ദർഭപ്പുല്ല് വിരിച്ച് അവിടെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചു. എന്നിട്ട് അതിന് ചുറ്റും ആയുധങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു. ആയുധങ്ങളൊക്കെ വെച്ചിട്ട് കൃഷ്ണൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരുങ്ങി. ആ സമയത്ത് അർജുനൻ വന്നു. കൃഷ്ണൻ അവിടെ പ്രാർത്ഥിക്കുന്നത് കണ്ട ഉടനെ തന്നെ അർജുനൻ വന്ന് അടുത്തിരുന്നു. അർജുനനും കയ്യിൽ ജലം തൊട്ടു. അപ്പോൾ ഇവരിവിടെ മഹാദേവനൊരു പൂജ ചെയ്യാനിരിക്കുകയാണ്. കൃഷ്ണൻ, വാസുദേവൻ, ശ്രീകൃഷ്ണൻ, ത്രയംബകൻ, അതായത് മഹാദേവൻ, മുക്കണ്ണൻ, മഹാദേവനൊരു പൂജ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അവരെല്ലാ രാത്രിയും അർജുനനും കൃഷ്ണനും അത് ചെയ്യും. പൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മഹാദേവനെ വണങ്ങിയിട്ട് പൂജയുടെ ഒരു ഭാഗം അർജുനൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ കൃഷ്ണന് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അർജുനൻ്റെ തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഇനി നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നാളെ ഒരു വലിയ ടാസ്ക് നിനക്ക് ചെയ്യാനുള്ളതാണ്, അതെല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ, നീ ഉറങ്ങ്, ഞാനും പോയി കിടന്നുറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൃഷ്ണൻ എണീച്ചു. ആ സമയത്ത് കൃഷ്ണൻ്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ദാരുകനോട് കൃഷ്ണൻ പറഞ്ഞു, ദാരുക ബാ നമുക്ക് പോവാം. ദാരുകനും കൃഷ്ണനും കൂടെ നേരെ കൃഷ്ണൻ്റെ ശിബിരത്തിലേക്ക് പോയി. അവിടെ കൃഷ്ണനെ കിടക്കാനായിട്ടുള്ള മെത്ത ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ ആ മെത്തയിൽ കിടന്നു. മറ്റൊരു ഭാഗത്ത് അങ്ങോട്ട് മാറി ദാരുകനും കിടന്നു. എന്നാൽ നട്ടപ്പാതിര സമയത്ത് പാതിരാത്രി ആയപ്പോഴത്തേക്കും കൃഷ്ണൻ ഉണർന്നു. കൃഷ്ണൻ ഇങ്ങനെ ഉണർന്നിട്ട് എണീച്ചിങ്ങനെ ഇരുന്നു. കൃഷ്ണൻ എണീച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ട ഉടനെ തന്നെ ദാരുകൻ എണീച്ചിട്ട്, എന്തു പറ്റി സ്വാമി എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ദാരുകനോട് പറഞ്ഞു, ദാരുക, തൻ്റെ പുത്രൻ മരിച്ച ദുഃഖത്തിലൊരു വല്ലാത്ത സത്യപ്രതിജ്ഞയാണ് അർജുനൻ എടുത്തേക്കുന്നത്. അതിഭയാനകമായിട്ടൊരു സത്യപ്രതിജ്ഞയാണ്. നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥനെ വധിക്കുമെന്നുള്ളത്. കാര്യം ജയദ്രഥനെ അനായാസമായി അർജുനന് വധിക്കാൻ കഴിയും. പക്ഷേ ഈ വിഷയമറിഞ്ഞ ദുര്യോധനൻ
ദ്രോണാചാര്യരോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ദ്രോണർ ഒരാളെ സംരക്ഷിച്ചാൽ ആ സംരക്ഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ദേവന്മാർക്കോ ദൈത്യന്മാർക്കോ പോകാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ദാരുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, എൻ്റെ ഭാര്യമാരെക്കാട്ടിയും എൻ്റെ ബന്ധുജനങ്ങളെക്കാട്ടിയും എൻ്റെ പുത്രന്മാരെക്കാട്ടിയും എൻ്റെ ചേട്ടനെക്കാട്ടിയും എൻ്റെ എല്ലാ ആളുകളെക്കാട്ടിയും എനിക്ക് പ്രിയങ്കരനാണ് അർജുനൻ. അർജുനൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ കുറച്ചു നേരം പോലും ഞാൻ ഈ ഭൂമി നോക്കിക്കാണാൻ ഞാൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങാനും ഇനി അർജുനന് നാളെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കും തരുക. നാളെ കൗരവരെ മുഴുവനും ഞാൻ മുടിക്കും, കൗരവരെ എല്ലാവരെയും ഞാൻ വധിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണൻ സ്വയം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി അത്ര എണ്ണത്തിനെയും തീർക്കും എന്ന് കൃഷ്ണൻ പറയുകയും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അത്ര ക്ഷത്രിയരെയും പരലോകത്തേക്ക് ഞാൻ അയക്കും. ധൃതരാഷ്ട്രപുത്രന്മാർ ഒരെണ്ണം പിന്നെ അടുത്തൊരു സൂര്യോദയം കാണത്തില്ല, എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് ദാരികനോട് പറയണം. എന്നിട്ട് ദാരികനോട് പറഞ്ഞു, അല്ലയോ ദാരിക, അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം രാവിലെ നീ എൻ്റെ രഥം പൂട്ടി തയ്യാറായി നിൽക്കണം. എൻ്റെ രഥത്തിൽ എൻ്റെ ശക്തമായിട്ടുള്ള ഗത നീ എടുത്തു വെക്കണം. നന്ദകമെന്നെൻ്റെ ഉടവാളെടുത്ത് വെക്കണം. അതുപോലെ തന്നെ ശാരംഗമെന്നെൻ്റെ വില്ലെടുത്ത് വെക്കണം. അതുപോലെ രഥം മുഴുവനും അസ്ത്രങ്ങൾ നിറച്ച് വെക്കണം. എൻ്റെ ചക്രം എൻ്റെ രഥത്തിലേക്ക് എടുത്ത് വെക്കണം. രഥത്തിൽ പൊൻകുട വെക്കണം. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള എൻ്റെ ഗരുഡധ്വജം നീ ആ രഥത്തിൽ നാട്ടിയിട്ടുണ്ടാകണം. എന്നിട്ട് യുദ്ധഭൂമിയിൽ ഭൈരവസ്വരത്തിൽ ഞാൻ പാഞ്ചജന്യം വിളിക്കുന്ന സമയത്ത് താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നീ ആ രഥം കൊണ്ടുവരണം. അർജുനന് വീഴ്ത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപ് ആ രഥത്തിൽ കയറി ഞാൻ അന്നത്തെ ദിവസം ആ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. അർജുനൻ ജയിക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ദാരുകൻ പറഞ്ഞു, അന്ന് കൂടെയുള്ളപ്പോൾ ഉറപ്പായിട്ടും അർജുനൻ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ തൻ്റെ ശിബിരത്തിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അർജുനൻ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ചിന്തിച്ചു. ഇത് ഈ തണുപ്പ് സമയമാണ്. തണുപ്പ് സമയമാകുമ്പോഴത്തേക്കും ഈ സൂര്യാസ്തമയം പെട്ടെന്ന് സംഭവിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അർജുനൻ ഇങ്ങനെ ആലോചിച്ച് അർജുനൻ ഉറക്കത്തിൽ കിടന്ന സമയത്ത് സ്വപ്നത്തിൽ അർജുനൻ സ്വപ്നം കണ്ടു. കൃഷ്ണൻ സ്വപ്നത്തിലേക്ക് വരുന്നത്, സ്വപ്നം കാണാൻ അർജുനൻ ബേസിക്കലി സ്വപ്നം കാണാൻ. അപ്പോൾ അർജുനൻ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ കൃഷ്ണൻ വരുന്നു. സ്വപ്നത്തിൽ കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിക്കുമ്പോൾ നാളത്തെ യുദ്ധം അത് എങ്ങനെ ചെയ്യണം മാധവ, അത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഈ വിജയം എങ്ങനെ ഉറപ്പ് വരുത്തണം എന്നെല്ലാം കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ പറയുന്നു, അർജുന, പാശുപതം എന്നൊരു അസ്ത്രമുണ്ട്. ആ അസ്ത്രം വെച്ചിട്ടാണ് മഹാദേവൻ ഒരുപാട് അസുരന്മാരെ വീഴ്ത്തിയിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള ഒരു അസ്ത്രത്തിൻ്റെ ജ്ഞാനം നിനക്കുണ്ടെങ്കിൽ നിനക്കുറപ്പായിട്ടും നാളത്തെ ദിവസം ജയിക്കാൻ കഴിയും. ആ അസ്ത്രം കിട്ടുവാനായിട്ട് നീ മഹാദേവനെ ഋഷഭധ്വജനെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് സ്വപ്നം കാണുവാണ് കേട്ടോ. അർജുനന് നേരത്തെ പാശുപതാസ്ത്രം കിട്ടിയിട്ടുണ്ട്. ആ കഥ അറിഞ്ഞൂടെ? മഹാദേവൻ പരീക്ഷിക്കാനായിട്ട് വന്ന് മൽപ്പിടുത്തമൊക്കെ നടത്തി എടുത്തിട്ട് ഇടിച്ചിട്ട് അവസാനം പാശുപതാസ്ത്രം കൊടുക്കുന്ന പ്രശസ്തമായിട്ടുള്ള കഥയുണ്ടല്ലോ, എല്ലാവരും അറിയായിരിക്കും അത്. ഇത് സ്വപ്നത്തിൽ ഒന്നുകൂടെ കാണുന്നു. ബേസിക്കലി ആ അസ്ത്രത്തിൻ്റെ റിവിഷനായി നടക്കുന്നത്. അപ്പം അങ്ങനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ നേരത്തെ പറഞ്ഞതുപോലെ ജലം വീഴ്ത്തി സങ്കല്പം എടുത്തിട്ട് കിഴക്ക് നോക്കിയിരുന്ന് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മഹാദേവനെ സ്വപ്നത്തിൽ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അർജുനൻ കാണുന്നു. പിന്നെ പെട്ടെന്ന് ബ്രാഹ്മമുഹൂർത്തം എത്തിയപ്പോൾ അർജുനൻ കൃഷ്ണനോടൊപ്പം ആകാശത്തേക്ക് പറന്നു പോകുന്നതൊക്കെ അർജുനൻ സ്വപ്നത്തിൽ കാണുക. കൃഷ്ണൻ്റെ കൂടെ ഇങ്ങനെ ആകാശത്ത് പറന്നു പോകുന്നത്. കൃഷ്ണൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അർജുനനെ പിടിച്ചിട്ടുണ്ട്. ആദ്യം ഈ ദേവേന്ദ്രൻ്റെ ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോയി, പിന്നീട് ഒരുപാട് മലകളുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ദിവ്യമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അർജുനൻ കാണുന്നുണ്ട്. രത്നങ്ങൾ, പലതരത്തിലുള്ള ജീവികൾ, പലതരത്തിലുള്ള ദിവ്യപുരുഷന്മാരെയൊക്കെ, ദിവ്യജന്മങ്ങളെ എല്ലാം അർജുനൻ കാണുന്നുണ്ട്. സിദ്ധന്മാരെയും മഹർഷിമാരെയൊക്കെ അർജുനൻ കാണുന്നുണ്ട്. അർജുനൻ ഇതൊക്കെ അന്തം വിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനും അർജുനനും കൂടെ ഇങ്ങനെ ആകാശമാർഗം ഒരു തണുത്തുറഞ്ഞൊരു മല, ആ മലയിലേക്ക് പോകുന്നു. ഒരു വെളുത്ത വെള്ളി നിറത്തിലുള്ള മാമല. അപ്പോൾ അർജുനനും കൃഷ്ണനും കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ വെള്ളിമാമലയ്ക്ക് മുകളിൽ ഒരു ചെറിയ വെളുത്ത മല ഇരിക്കുന്നത് പോലെ എന്തോ ഒരു രൂപം അവിടെ കണ്ടു. അർജുനനും കൃഷ്ണനും അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലായി അത് ഒരു മലയ്ക്ക് മുകളിലുള്ളൊരു മലയല്ല, അവിടെ ഇരിക്കുന്നത് ഒരാളാണെന്ന്. ദേഹമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൽ അതിനപ്പുറം വെളുത്ത നിറമില്ല. മഞ്ഞിന് പോലും ആ ഒരു ദേഹത്തിനുള്ള വെളുത്ത നിറമില്ല. അത്രത്തോളം വെളുത്ത നിറത്തിലുള്ള ഒരാൾ അവിടെ ഇരുന്ന് തപസിക്കുന്നു, ധ്യാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിലാകട്ടെ 2 കെട്ടുകെട്ടി ജട പൊക്കിക്കെട്ടി ഇങ്ങനെ വെച്ചേക്കുന്നു. ജട കൊണ്ടൊരു കിരീടം വെച്ചേക്കുന്നത് പോലെ. ആ ജടയുടെ കളറോ അഗ്നിയുടെ കളറുള്ള ജട. ആ ജടയിലൊക്കെ രുദ്രാക്ഷം കൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്.
താഴേക്ക് പോകുമ്പോൾ നെറ്റിയിൽ ത്രിപുണ്ഡ്രം ഇങ്ങനെ ധരിച്ചിട്ടുണ്ട് 3 വര. താഴേക്ക് പോകുമ്പോൾ ശാന്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മുഖം കാണുന്നുണ്ട്. താഴേക്ക് പോകുമ്പോൾ കഴുത്ത്, ആ കഴുത്തിലാകട്ടെ അത്രയും നേരവും വെളുത്തിരുന്ന ശരീരത്തിൽ കഴുത്ത് ഭാഗത്ത് മാത്രം വെട്ടിത്തിളങ്ങുന്ന നീല നിറം. കഴുത്തിന് 3 ചുറ്റിൽ സ്വർണ്ണ നിറത്തിലുള്ളൊരു നാഗത്തെ അണിഞ്ഞേക്കുന്നു. ആ നാഗം വാസുകിയാണ്. തലയിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രക്കല, വിരിഞ്ഞ നെഞ്ച്, വലിയ ശരീരം, മുട്ടുവരെ നീളമുള്ള ആ വലിയ കൈകൾ മുദ്ര പിടിച്ചിരുന്ന് ധ്യാനിക്കുകയാണ്. ആ കൈകളിൽ രുദ്രാക്ഷങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തിലും രുദ്രാക്ഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അരയിൽ പുലിത്തോല് ചുറ്റി, ദേഹത്ത് ആനത്തോൽ കൊണ്ട് പുതച്ച്, ദേഹത്ത് രുദ്രാക്ഷങ്ങൾ കൊണ്ടിങ്ങനെ അലങ്കരിച്ച്, വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രക്കലയോടുകൂടി ഗംഗയെ ധരിച്ച്, ഇവിടെ ഒരു വലിയ ത്രിശൂലമുണ്ടായിരുന്നു. ആ ത്രിശൂലത്തിൽ ഒരു ഡക്ക കെട്ടിവെച്ച് സാക്ഷാൽ ദേവദേവനായ മഹാദേവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ളതും ദിവ്യമായിട്ടുള്ളതും ഒന്നായിരുന്നു. കാരണം 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയായിരുന്നു മഹാദേവൻ അവിടെ ഇരുന്നിരുന്നത്. മഹാദേവൻ മാത്രമല്ല, മഹാദേവൻ്റെ കൂടെ ഈ ലോകത്തിൽ ഇതിനപ്പുറം സൗന്ദര്യമുള്ളൊരു മഹിളാരത്നമില്ല എന്ന് തോന്നിക്കുന്ന ഒരാളും കൂടെയുണ്ട്, ഭഗവതി അമ്മ. അതിനപ്പുറം മാതൃത്വമുള്ള ഒരാളില്ലാന്ന് തോന്നിക്കുന്ന ചാമ്പയ നിറം, ചെമ്പകപ്പൂവിൻ്റെ നിറമുള്ള പച്ചയും ചുവപ്പും കളറിലുള്ള സാരിയെല്ലാം ധരിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ടുള്ള ശ്രീപാർവതി ദേവി അവിടെയുണ്ട്. അവിടെ മറ്റ് ഭൂതഗണങ്ങളുണ്ട്. ആ ഭൂതഗണങ്ങളെല്ലാം അവിടെ കൊട്ടും പാട്ടും നടത്തുന്നുണ്ട്. ചിലവർ പഞ്ചാക്ഷരം ജപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില സിദ്ധന്മാർ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വാദ്യമേളങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ശാന്തഗംഭീരനായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. മഹാദേവൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് കൃഷ്ണനും അർജുനനും വന്ന് മഹാദേവനെ ഇങ്ങനെ വണങ്ങി. പതുക്കെ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും ഇങ്ങനെ തുറന്നു. അദ്ദേഹം കാണുന്നത് കൃഷ്ണനെയും അർജുനനെയും. നമുക്ക് കൃഷ്ണനും അർജുനനുമായിരിക്കും, പക്ഷേ മഹാദേവൻ അവിടെ കാണുന്നത് നരനെയും നാരായണനെയുമാണ്. അപ്പോൾ നരനാരായണന്മാരെ കണ്ടിട്ട് മഹാദേവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. മഹാദേവൻ പുഞ്ചിരിച്ചിട്ട് കൂടുതൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് മഹാദേവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? പെട്ടെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണനും അർജുനനും മഹാദേവനെ പല മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു, പല പേരുകൾ കൊണ്ട് സ്തുതിച്ചു. വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ജപം കൊണ്ടും ക്രിയകൾ കൊണ്ടും അവർ മഹാദേവനെ സ്തുതിച്ചു. എന്നിട്ട് മഹാദേവനോട് ഇങ്ങനെ അസ്ത്രം വേണം, ഈ ദിവ്യാസ്ത്രം വേണമെന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് മഹാദേവൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാം. ആ ഭാഗത്തായിട്ട് ദിവ്യമായിട്ടുള്ളൊരു സരസ്സുണ്ട്. ആ സരസിൽ എൻ്റെ വില്ലും അമ്പുമുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ തന്നെ കൃഷ്ണനും അർജുനനും അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണനും അർജുനനും അങ്ങോട്ടേക്ക് പോയത് കണ്ടുടനെ തന്നെ മഹാദേവൻ്റെ മുഖം കണ്ടുടനെ ഭൂതഗണങ്ങൾക്ക് മനസ്സിലായി. ഭൂതഗണങ്ങൾ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ അങ്ങോട്ടേക്ക് പോയി. ആ സരസിലേക്ക് പോയപ്പോൾ അവിടെ ഭീകരമായിട്ടുള്ളൊരു സർപ്പം, ഒരു സർപ്പമല്ല 1000 ഭണങ്ങളുള്ള മറ്റൊരു സർപ്പവും കൂടെ അവിടെ ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നു. ഈ 2 വലിയ സർപ്പങ്ങളെ കണ്ടുടനെ തന്നെ കൃഷ്ണൻ കൈകൾ കൂപ്പി കണ്ണടച്ചു. കൃഷ്ണൻ കൈകൂപ്പി കണ്ണടയ്ക്കുന്നത് കണ്ടുടനെ തന്നെ അർജുനനും കൈകൂപ്പി കണ്ണടച്ചു. അങ്ങനെ ഉടനെ തന്നെ ശ്രീകൃഷ്ണസ്വാമി അവിടെ നിന്നുകൊണ്ട് ഒരു വേദമന്ത്രം ജപിച്ചു തുടങ്ങി. അതേതാണെന്ന് മനസ്സിലായ അർജുനനും കൂടെ അതേ വേദമന്ത്രം തന്നെ ജപിച്ചു. ഓം നമോ ഭഗവതേ രുദ്രായ നമസ്തേ രുദ്രമന്യവേ ഉദോത ഇശവേ നമഃ നമസ്തേ അസ്തു ധന്വനെ ബാഹുഭ്യാമുദതേ നമഃ എന്ന് തുടങ്ങുന്ന ശതരുദ്രീയമെന്ന് വിളിക്കുന്ന ശ്രീരുദ്രൻ ജപിക്കാൻ തുടങ്ങി. ഈ ശ്രീരുദ്രം എന്ന് പറയുന്ന മന്ത്രം മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ശ്രീരുദ്രൻ ജപിക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ശ്രീരുദ്രത്തിൻ്റെ റിസൈറ്റേഷൻ 15 മിനിറ്റ് മുതൽ 20-22 മിനിറ്റൊക്കെ വരെ വരുന്നുണ്ട്. അത്രയും നീളമുള്ളതാണ്, ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രീരുദ്രം അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങി. മഹാദേവന് വളരെ വിശേഷപ്പെട്ട, മഹാദേവന് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് ശ്രീരുദ്രൻ ജപിക്കുക എന്ന് പറയുന്നത്. ആ ശ്രീരുദ്രം അവിടെ കൃഷ്ണാർജുനന്മാർ നിന്നും ജപിച്ച ഉടനെ തന്നെ ആ ഭീകര രൂപത്തിലുള്ള ഒരു സർപ്പം ഒരു വില്ലായും മാറി, മറ്റൊരു സർപ്പം ഒരു അമ്പായും മാറി. അങ്ങനെ അർജുനനും കൃഷ്ണനും ഈ അമ്പും വില്ലും എടുത്ത് മഹാദേവൻ്റെ അടുത്ത് പോയി. മഹാദേവൻ ഇങ്ങനെ എണീച്ചു നിന്ന് ആ വില്ലിങ്ങനെ ഉയർത്തി, ആ അസ്ത്രം ഇങ്ങനെ പിടിച്ച് കുലച്ചിങ്ങനെ തൊടുത്തിങ്ങനെ നിന്ന ആ സമയം അർജുനൻ മഹാദേവൻ നിൽക്കുന്ന നിപ്പ് കണ്ടു. ആദ്യമായി ധനുസ് നിർമ്മിച്ച് ധനുർവിദ്യ ചിട്ടപ്പെടുത്തിയ ആളാണ് മഹാദേവൻ, എല്ലാത്തിൻ്റെയും ഗുരുവാണല്ലോ. അപ്പോൾ മഹാദേവൻ അവിടെ ഈ അസ്ത്രം ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് പാശുപതത്തിൻ്റെ മന്ത്രം ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. ആ മന്ത്രം ജപിക്കുന്നത് അർജുനൻ കേട്ട് ഗ്രഹിച്ചിങ്ങെടുത്തു. എന്നിട്ട് അത് കേട്ട് ഗ്രഹിച്ചപ്പോൾ പണ്ട് അർജുനൻ
മഹാദേവനുമായിട്ട് എന്താ പറയുക, മഹാദേവൻ അർജുനനെ ടെസ്റ്റ് ചെയ്തിട്ട് പാശുപതാസ്ത്രം കൊടുത്തില്ലേ, അതൊക്കെ അർജുനൻ ഒന്നുകൂടെ ഓർത്തു. എന്നിട്ട് അർജുനൻ നോക്കി നിൽക്കവേ മഹാദേവൻ ഈ അസ്ത്രത്തിനെ ആ സരസിലേക്ക് വിട്ടു. എന്നിട്ട് ആ വില്ല് മഹാദേവൻ്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായി, അത് ആ സരസിൽ പോയി. അപ്പോൾ ബേസിക്കലി മഹാദേവൻ സ്വപ്നത്തിലൊരു പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുന്നത് അർജുനൻ മനസ്സിൽ കാണുകയാണ്. പണ്ട് അദ്ദേഹം പഠിച്ച ആ ഒരു പാശുപതാസ്ത്രം ഒന്നുകൂടെ ഓർമ്മിക്കുന്നതായി നമുക്കിതിനെ കാണാം. സ്വപ്നത്തിൽ എന്തും കാണാമല്ലോ. അപ്പം അങ്ങനെയാണ് അർജുനൻ ഇത് കണ്ടത്. അങ്ങനെ പാശുപതാസ്ത്രത്തിൻ്റെ മന്ത്രം ഒന്നുകൂടെ അർജുനൻ ഗ്രഹിച്ചു. അങ്ങനെ ആ സ്വപ്നം കണ്ടു. അർജുനൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സാത്വികിയും കൃഷ്ണനും കൂടെ ചേർന്ന് അർജുനൻ്റെ രഥം തയ്യാറാക്കി. ആ രഥം വേദമന്ത്രങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടെല്ലാം പൂജിച്ചിട്ടുണ്ട്. ആ രഥം തയ്യാറാക്കി നിന്നു. കൃഷ്ണൻ ചട്ടയെടുത്തണിഞ്ഞു. കൃഷ്ണൻ കാപ്പുകൾ കെട്ടി ചമ്മട്ടി പിടിച്ച് രഥത്തിൽ കയറിയിരുന്നു. സാത്വികി കയ്യിലൊരു വില്ലും പിടിച്ച് ആയുധങ്ങളെല്ലാം ധരിച്ച് അവിടെ നിൽപ്പുണ്ട്. അർജുനൻ തൻ്റെ ശിബിരത്തിൽ ശക്തമായിട്ടുള്ള തൻ്റെ നെഞ്ചുകളിലേക്ക് പടച്ചട്ട എടുത്തണിഞ്ഞു. ആ പടച്ചട്ട വെള്ളിയും സ്വർണവും കൊണ്ട് അലങ്കരിച്ച പടച്ചട്ടയായിരുന്നു. കൈകളിൽ കാപ്പുകളും തോൾവളകളും എല്ലാം ധരിച്ചു. അതുപോലെ തന്നെ ശക്തമായ കിരീടമെടുത്ത് വെച്ചു. മുടി പിറക്കോട്ട് ഒതുക്കി കിരീടമെടുത്ത് വെച്ചു. എന്നിട്ട് തൻ്റെ ഉടവാളെടുത്ത് വെച്ചു. എന്നിട്ട് തൻ്റെ ശക്തമായ ആവനാഴി എടുത്ത് കെട്ടി. എന്നിട്ട് പ്രശസ്തമായ ഗാന്ധീപം എന്ന തൻ്റെ വില്ലെടുത്തു. എന്നിട്ട് അർജുനൻ നടന്ന് തൻ്റെ രഥത്തിലേക്ക് കയറാൻ പോവുകയാണ്. ചുറ്റിനും നിൽക്കുന്നവർ പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും അർജുനനെ നോക്കുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി അർജുനൻ നടന്ന് രഥത്തിലേക്ക് കയറുന്നു. അങ്ങനെ 14-ാം ദിവസത്തെ അതിഗംഭീരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഈ 14-ാം ദിവസം ഉണ്ടല്ലോ, ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ 1, 2, 4, 5 ഒന്നുമല്ല, ഒരുപാട് എപ്പിസോഡുകളിലായിരിക്കും നമ്മൾ 14-ാം ദിവസം ചെയ്യുന്നത്. കാരണം 14-ാം ദിവസം രാത്രി യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയും കാലവും കാത്തിരുന്ന പോരാട്ടങ്ങളൊക്കെ 14-ാം ദിവസം തൊട്ടാണ് കാണാൻ പോണത്. ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗമുണ്ട്, ഗംഭീരമായിട്ടുള്ള പോരാട്ടമുണ്ട്. സാത്വികിയൊക്കെ വേറെ ലെവലിലോട്ട് പോകുന്നത് കാണാം. അർജുനൻ എന്താണ് മുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അർജുനൻ മാത്രമല്ല, കർണൻ അതുപോലെ അശ്വത്ഥാമാവൊക്കെ വേറെ ലെവലിലോട്ട് കയറി പോകുന്നതൊക്കെ കാണാം നമുക്കിനി. എന്തിനേറെ പറയണം, ഈ 14-ാം ദിവസം ഭീമസേനൻ്റെ ഗംഭീര പ്രകടനങ്ങളുണ്ട്. 1, 2, 10, 16 ഒന്നുമല്ല, 31 കൗരവന്മാരെയാണ് ഭീമസേനൻ ഒറ്റ ദിവസം വീഴ്ത്തുന്നത്. അതുമാത്രമല്ല, നമ്മൾ ആര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളുമായിട്ട് ഭീമസേനൻ 8 റൗണ്ട് പോരാടുന്നൊക്കെയുണ്ട്. അടിപൊളിയാണ്, സൂപ്പറായിട്ടുള്ള വെട്ടിക്കെട്ട് പോരാട്ടങ്ങൾ, നല്ല കരിങ്കലിടിയൊക്കെ കിണ്ടലിടിയൊക്കെ നമുക്കിനി കാണാം കുരുക്ഷേത്ര ഭൂമിയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ